അപ്പോൾ ഇത് ക്യാമറയിൽ ഇപ്പോൾ പുതിയൊരു സാധനം കേട്ടോ അപ്പോൾ കാണിച്ചു തന്നത് നമുക്ക്. അപ്പോൾ ഞാൻ ഈ അടുത്തത് സ്മാർട്ട് ബാക്ക് പാക്ക് യൂസ് ചെയ്യാൻ സാധ്യത ഉണ്ട് കേട്ടോ. ബ്രിഡ്ജൊന്നല്ല കേട്ടോ, മെട്രോ സ്റ്റേഷന് 4 തട്ടായിട്ട് ഭൂമിൻ്റെ അടിയിലേക്ക് അങ്ങനെ സർവീസ് നടക്കുന്ന ഒരു മെട്രോ സ്റ്റേഷനാണ് കേട്ടോ ഇത്. ഓ ഓ ഓ ഹൗ മെനി ക്യാമറ? അത് അടിപൊളിയല്ലേ. ഓൺലി വൺ ക്യാമറ ദിസ് ഓൾ. ഡിജിൻ്റെ തന്നെ അല്ലേ, ഒരു തന്നെ അല്ലേ? 140 RMB ആണ് ഇതിൻ്റെ വില വരിക. 140 RMB എന്ന് പറഞ്ഞാൽ 1600 1700 രൂപ വരും. ഇവിടെ ഇപ്പോൾ ചിപ്പ് ഇതുപോലത്തെ IC കാര്യങ്ങൾ ഇങ്ങനത്തെ എല്ലാ സാധനത്തിൻ്റെയും സംഗതികളാണ് ഇവിടെ ഉള്ളത്. ഇത് നിങ്ങൾക്ക് ബാഗ് കണ്ടെങ്കിൽ ഈ ബാഗ് ഇതിന് വേറെന്താ ഈ ഇതുണ്ട് എന്ന് മാത്രമല്ലേ ഉള്ളൂ സ്ക്രീൻ. അതായത് ലോകത്തിൽ തന്നെ ഇലക്ട്രോണിക്സിൻ്റെ ഹബ്ബാണ് ഇത്. ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ നമ്മൾ ഡ്രോണ്, അതിൻ്റെ പിന്ന്, ചിപ്പുകൾ കാര്യങ്ങൾ ഉള്ളതാണ് കേട്ടോ കാണുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ വാഞ്ചാപ്പൈ എന്ന് പറഞ്ഞ ഇലക്ട്രോണിക്സ് മാർക്കറ്റിൻ്റെ ഒരു തുടക്ക ഭാഗമാണ്. ഇതിൻ്റെ സ്മെല്ല് നമ്മളെ ചക്കനങ്കാടി സ്മെല്ലല്ലേ. ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ വിശേഷം? അപ്പം നമ്മളെ ചൈനയിലെ യാത്രകൾ തുടരുകയാണ്. ഇന്ന് ഈ എപ്പിസോഡ് നമ്മൾ ചൈനൻ്റെ സ്പെഷ്യൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വില കുറഞ്ഞ ഇലക്ട്രോണിക്സ് മാർക്കറ്റ് കേട്ടോ. മൊബൈൽ ആക്സസറീസ്, ഇലക്ട്രോണിക്സ് ഇങ്ങനത്തെ പ്രധാനപ്പെട്ട ലോകത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് ഈ ഷെൻസെല്ലിലെ ഇലക്ട്രോണിക്സ് മാർക്കറ്റ്. അത് വാഞ്ചാമ്പൈ എന്ന് പറഞ്ഞ സ്ഥലത്തല്ല, വാഞ്ചാമ്പൈ ഷെൻസെല്ല് വാഞ്ചാമ്പൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളാ മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ കാഴ്ചകൾ നിങ്ങൾക്ക് രസകരമായ പുതിയ ടെക്നോളജി എന്താണ്, കാര്യങ്ങൾ എന്താണെന്നുള്ള ഒരു എപ്പിസോഡായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ വാഞ്ചാപ്പൈ, ചൈന ഷെൻസെനിലെ വാഞ്ചാപ്പൈ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർന്ന് കണ്ടുകൊണ്ടേയിരിക്കുക, പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക ഈ ചാൻസ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടരാണ്. കമോൺ. നമ്മളെ വാഞ്ചാപ്പൈ മാർക്കറ്റിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വഴിയിൽ കണ്ടു. അപ്പം കോളിനോട് പറഞ്ഞു ഈ ഫ്രൂട്ട്സിനെ പറ്റിയിട്ട് എന്തായിരുന്നു പറഞ്ഞത്, ഈ ഫ്രൂട്ട്സിൻ്റെ പ്രത്യേകത? ഇത് ഇവിടെ ചൈനക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. നമ്മളെ ചക്കയിനെക്കാട്ടും ഏറ്റവും പ്രിയമാണ് ഈ സാധനം. ഇത് ആക്ച്വലി എക്സ്പോർട്ട് ചെയ്ത് വരുന്ന സാധനങ്ങളാണ്, പക്ഷെ ഭയങ്കര ഡിമാൻഡാണ് ചൈനക്കാർക്ക് എല്ലാവർക്കും. ഇതിന്റെ സ്മെല്ല് നമ്മളെ ചക്കനങ്കാടി സ്മെല്ലല്ലേ. സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു അമ്മാരി സ്മെല്ലായിരിക്കും. പിന്നെ നമ്മൾ കാറിൽ കയറിയാൽ ഇത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം മൊത്തം ഈ സ്മെല്ലായിരിക്കും. പക്ഷെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല വില കൂടിയ സാധനം കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം കാണിച്ചതാണ് കേട്ടോ. 1 കിലോയ്ക്ക് 15 RMB ചെയ്തിരിക്കുന്നു. അതിനുള്ളിൽ കുരും കാര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അടുത്ത വഴിയിലേക്ക്. മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടി നടക്കുമ്പോഴുള്ള കാഴ്ചകൾ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇവിടെ ലീവ് അല്ലാത്ത ദിവസങ്ങളിൽ എത്ര സൗകര്യമുണ്ട്, എത്ര ബ്രിഡ്ജുണ്ട്, മെട്രോ ഉണ്ട്, എന്തുണ്ടെങ്കിലും ഭയങ്കര ബ്ലോക്ക് ഉണ്ടാവും കേട്ടോ. ഇവിടെ ബ്ലോക്ക് ഇങ്ങനെ സിഗ്നൽ കടന്നിട്ടാൽ വലിയ പണിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രൈവറ്റ് കാറ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റിസ്ക് ഉള്ള കാര്യമാണ് വർക്കിംഗ് ഡേയ്സിൽ. വർക്കിംഗ് ഡേ ഒരു ഇതിവർ സ്കാൻ ചെയ്ത് കൊണ്ടുപോകുന്ന കേട്ടോ. നമ്മൾ ആ റെൻറ്റിൻ്റെ ബൈക്കാണ് സ്കാൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ വാഞ്ചാപ്പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും മെട്രോ സ്റ്റേഷനിൽ അല്ല, മെട്രോയിൽ വേറെ വഴിക്ക് പോകണം. ഇവിടുന്ന് ഈ മെട്രോയിൽ നമ്മൾ പോകുന്നത് അപ്പുറത്തെ സൈഡ്. അപ്പോൾ നമ്മൾ മെട്രോയിൽ വാഞ്ചാപ്പൈയിലേക്ക് പോവാണ് കേട്ടോ. ഇതിപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ ഒരു മെട്രോ സ്റ്റേഷനാണ് ഗാങ്ഷ്യ നോർത്ത് എന്ന് പറഞ്ഞിട്ട്. അത് ശരി, പുതിയതായിട്ട് തുറന്നല്ലേ? ഇതിൻ്റെ ആ ലുക്കൊക്കെ നോക്കി നിങ്ങൾ ആ ഇതൊക്കെ വർക്കൊക്കെ കണ്ടെങ്കിൽ. അതെ, എയർപോർട്ടും അല്ല, അത് ഒരു മെട്രോ സ്റ്റേഷനാണ് പറയുമ്പോൾ. മെട്രോ സ്റ്റേഷനാണ് അത്. ഇത് എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാ സ്റ്റേഷനും കണക്ട് ചെയ്യുന്ന ഒരു ഹബ്ബാണ്. ഹബ്ബ്. അത് കഴിഞ്ഞാൽ വേറെ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ചെക്കോമിയ എന്ന് പറഞ്ഞതാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ലൈന് കണക്ട് ആവുന്നത്. ഓൾമോസ്റ്റ് ഒരു 8-9 ലൈൻ കണക്ട് ആവുന്ന ഒരു ഒറ്റ സ്റ്റേഷൻ. എങ്ങോട്ട് വേണമെങ്കിലും. ഇത് എത്ര സ്റ്റേഷൻ കണക്ട് ആവുന്നുണ്ട്? ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ 2, 8, 10, 11 പിന്നെ 14 ഈ 5 സ്റ്റേഷൻ കണക്ട് ആവുന്നുണ്ട്. 6 സ്റ്റേഷൻ. 6 സ്റ്റേഷൻ. അത് ശരി, 6 സ്റ്റേഷൻ അത് കറക്റ്റാണ്. അപ്പം ഇങ്ങനെ ഓരോ പുരോഗതിയാണ്. എത്ര തട്ടിൽ ഇതുണ്ട് ശരിക്കും ഇതിൻ്റെ മെട്രോ? ഒരു 4 തട്ടിലാണ് മെട്രോ പോകുന്നത്. അതിൽ 4 തട്ടിൽ, അതായത് ഒരു ലൈൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ നേരെ മേലെ വേറൊരു ലൈൻ ഓടുകയാണ്, അതിൻ്റെ നേരെ മേലെ വേറൊരു ലൈൻ ഓടുകയാണ്, അതിൻ്റെ മുകളിൽ ഒരു ലൈൻ. അടുത്ത് ബ്രിഡ്ജൊന്നല്ല കേട്ടോ, മെട്രോ സ്റ്റേഷന് 4 തട്ടായിട്ട് ഭൂമിൻ്റെ അടിയിലേക്ക് അങ്ങനെ സർവീസ് നടക്കുന്ന ഒരു മെട്രോ സ്റ്റേഷനാണ് കേട്ടോ ഇത്. എല്ലാ ഭാഗങ്ങളിലും ഇതേപോലെ 4ഉം 5ഉം ട്രാക്കുകളാണ് കേട്ടോ. എസ്കുലേറ്റർ 1ഉം 2ഉം അല്ല നമ്മൾ കാണുക, 4ഉം 5 അപ്പുറം സ്റ്റെപ്പ് വേറെ അങ്ങനെ. അപ്പം അത്രയും ജനങ്ങൾ ഉള്ള ഭാഗങ്ങളാണിത് കാണുന്നത്. ഇത് നമ്മൾ ഒരു ഫ്ലോറിൻ്റെ മുകളിലേക്ക് കയറിയിട്ടോ. മുകളിലേക്ക് കയറിയപ്പോൾ നിങ്ങൾ കണ്ടോ ഇത്രയും സ്റ്റേഷനുകളുടെ കണക്റ്റിൻ്റെ ഭാഗമാട്ടോ. ഇത് ഓരോന്നും
അങ്ങോട്ട് തിരിക്കുന്ന ഒരു സെക്ഷൻ പോകുന്നു, ഒരു സെക്ഷന് അവിടെ നിന്നും വേറെ സ്ഥലത്തേക്ക് പോകും, മേലോട്ട് പോകും, താഴോട്ടും പോകും. അങ്ങനെ ഉള്ള ഒരു എന്താ പറയുക, ഒരു പ്രധാന സ്റ്റേഷൻ. അതുതന്നെ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഏറ്റവും കൂടുതൽ അതിശയപ്പെട്ടത് ഈ 4 തട്ടിൽ ട്രാക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെക്കാട്ടിയൊക്കെ അതിശയമുള്ളൊരു സംഗതി കേട്ടോ, ഒരേ ലെവലിൽ. ഇതാണ് കേട്ടോ നമ്മൾ വാഞ്ചാപ്പൈ എന്ന് പറഞ്ഞ ഇലക്ട്രോണിക്സ് മാർക്കറ്റിൻ്റെ ഒരു തുടക്ക ഭാഗമാണ്. എപ്പോഴും കണ്ടെങ്കിൽ വാഹനങ്ങളും ആൾക്കാരുടെയും തിരക്ക് കണ്ടെങ്കിൽ നമ്മൾ എല്ലാ രീതിയിലുള്ള ഇത്രയും രീതിയിലുള്ള ട്രാക്കിലാണ് ഈ തിരക്കുകൾ. ഒന്നാമത് ആൾക്കാരെ ക്രോസിങ് അല്ല, ഇവിടെ സ്കൂട്ടർ വണ്ടി എല്ലാം ക്രോസ് ചെയ്യാനുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഈ തിരക്കിൻ്റെ ലോകമാണ്. ഇതാണ് നമ്മളെ വാഞ്ചാമ്പയിൽ ഇലക്ട്രോണിക്സ് മാർക്കറ്റ് കേട്ടോ. ഇവിടുന്നാണ് തുടങ്ങുന്നത്. വലിയൊരു ലോകമാണ്. അതായത് ലോകത്തിൽ തന്നെ ഇലക്ട്രോണിക്സിൻ്റെ ഹബ്ബാണ് ഇത് സൈഗ മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുക. സൈഗ മാർക്കറ്റ് കണ്ടില്ല നിങ്ങൾ, ബിൽഡിംഗ് ഉണ്ടെങ്കിൽ സൈഗ് മാർക്കറ്റ് ഇംഗ്ലീഷൊക്കെ ഉണ്ടെങ്കിൽ സേഗ് ഇ മാർക്കറ്റ്. അത് ഇലക്ട്രോണിക്സ് മാർക്കറ്റ് എന്നുള്ള സേഗ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേരും ഇ എന്ന് പറയുന്നത് നമ്മളെ ഇലക്ട്രോണിക്സ് മാർക്കറ്റ് എന്നുള്ള നെയിമിലാണ് കേട്ടോ. ഇത് ഇവിടെ മാത്രമൊന്നുമല്ല, ഇപ്പം ഇതിങ്ങനെ നീണ്ട അപ്പുറം വരെ മാർക്കറ്റ് നിറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഫുള്ളാണ് ഇപ്പം എല്ലാ സ്ഥലവും. മെയിൻ റോഡുകളൊക്കെ ക്ലോസ് ചെയ്തു ഇവിടുത്തെ, കാരണം മാർക്കറ്റിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി അല്ലേ. അതിനൊക്കെ ട്രാക്ക് അപ്പുറത്ത് കൂടി ഉണ്ടാക്കി, ബ്രിഡ്ജ് ഉണ്ടാക്കി, മെട്രോ ഒക്കെ വന്നപ്പം ഓരതിനെ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവന്ന കേട്ടോ. ഈ മാർക്കറ്റിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണ് തള്ളിപ്പോകുന്ന മാർക്കറ്റിലെ കാഴ്ചകളാട്ടോ കാണുക. അതായത് സെറ്റിങ്സ് ആയാലും ഓരോ പ്രോഡക്റ്റ്സ് ആയാലും ഇനി അതിൻ്റെ വിൽപ്പനൻ്റെ രീതി ആയാൽ പോലും നമുക്ക് ഭയങ്കര രസം. അതായത് ലോകത്തിൽ നമ്പർ 1 എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അതുതന്നെ ലോകത്തിലേക്ക് എല്ലാ സ്ഥലത്തേക്കും മാർക്കറ്റിങ്ങിൽ പോകുന്ന സാധനങ്ങളാണ്. ഇവിടെ ലോകത്തുള്ള ഇലക്ട്രോണിക്സ് ബിസിനസ്സുകാരെ അല്ലെങ്കിൽ ഇതുപോലത്തെ IT ബിസിനസ്സിൻ്റെ ആൾക്കാരൊക്കെ ഹബ്ബ് ഒരു ഓഫീസ് ഇവിടെ ഉണ്ടാവും കേട്ടോ, വലിയ വലിയ കമ്പനികൾക്ക്. കാരണം അവർക്ക് ബ്രാൻഡ് ഇല്ലെങ്കിൽ പോലും അവർക്ക് അതിന് സ്പെയർ പാർട്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ മാർക്കറ്റിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകളിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് കയറുകയല്ലേ? മാർക്കറ്റിലേക്ക് കയറുകയാണ്. ഹലോ, മാർക്കറ്റിലേക്ക് കയറുകയാണ് നമ്മൾ. മാർക്കറ്റിലെ കാഴ്ചകളാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത്. എന്നെക്കൊണ്ട് നമുക്ക് പറ്റുന്ന പുതിയ പ്രോഡക്റ്റ്സ്, അതിൻ്റെ രീതി കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നതാണ്. ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ നമ്മൾ ഡ്രോണ്, അതിൻ്റെ പിന്ന്, ചിപ്പുകൾ, കാര്യങ്ങൾ ഉള്ളതാണ് കേട്ടോ കാണുന്നത്. ഇത് ഡ്രോണിൻ്റെ ഒരു സെൻറ്ററാണ് ഫുള്ള്. ഡ്രോണ് വരെ സ്വന്തം ഇതെന്താ പേരിട്ട് DJI അവത്ത ഡിജിൻ്റെ തന്നെ അല്ലേ? ഓര് തന്നെ അല്ലേ? ഓക്കെ. അപ്പോൾ ഡിജിൻ്റെ തന്നെയാണ് മെയിൻ സാധനം തന്നെ കേട്ടത്. ഇവിടെ നിന്ന് നമ്മൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ ഇതേപോലെ ഇവിടെ ഒരു ഡിജിൻ്റെ തന്നെയാണ്, അവർ തന്നെയാണ് തോന്നുന്നത് അല്ലേ? ഇതുണ്ടെങ്കിൽ കയറ് കൂട്ടിയിട്ട പോലെ നമ്മളെ നാട്ടിൽ കേബിളുകൾ കൂട്ടിയിട്ടോ. ഇതിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റാണ്. ഇവർക്ക് ഫാക്ടറി ഉണ്ടാവും. ആ ഫാക്ടറിക്ക് ചെറിയ ഔട്ട്ലെറ്റുകൾ ഇതേപോലെ ഈ മാർക്കറ്റിൽ വെച്ചിട്ട് ഇവിടെ വരുന്ന കസ്റ്റമർ, ഇത് സെക്യൂരിറ്റി ക്യാമറാസ്, ഇവിടെ വരുന്ന കസ്റ്റമർക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞ് വലിയ പർച്ചേസൊക്കെ ഇവർ നേരെ ഫാക്ടറിയിൽ നിന്നാണ് പോവുക. ഇവിടെ കൊണ്ടുവരികയെ ഇവിടെ അതുമായിട്ട് ഡീലിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇതൊരു ജസ്റ്റ് അവർക്ക് മാർക്കറ്റ് നോക്കി പ്രോഡക്റ്റ് നോക്കി വരുന്നവർക്ക് ഫസ്റ്റിൽ കാണാൻ വേണ്ടിയിട്ടുള്ള സാമ്പിൾസ് വെക്കുന്ന സ്ഥലമാട്ടോ. ഇതിപ്പോൾ നമ്മളെ ക്യാമറൻ്റെ സ്ഥലം. ഐക്യു വിഷൻ ആണ്. ഓക്കെ. ഐക്യു വിഷൻ്റെ ഏജൻറ്റ് തന്നെ ആയിരിക്കും, കമ്പനി തന്നെ ആയിരിക്കും. ഇവർ ഏജൻ്റ് ആയിരിക്കും അല്ലേ? ഓക്കെ. അതാണ് ക്യാമറ. അതെ, 360. ഓ How many camera? No. Only one camera. Only one camera, this all? Only one camera and 4 lenses inside, 4K, 4 HD. അത് ശരി. ഒരു ക്യാമറയിൽ തന്നെ 4. Hello. വോയിസ് റെക്കോർഡിംഗ്. Hello. Camera. അത് ഏതാ ഈ ക്യാമറ? ഇപ്പോൾ വെച്ചത് ഏതാ ക്യാമറ പോലെ കാണിക്കുന്നത്? Camera. Which is the camera? That camera? One. Yeah. Black color, white color. Which one? 白色的。White color. അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു. അപ്പോൾ ഇത് ക്യാമറയിൽ ഇപ്പോൾ പുതിയൊരു സാധനം കേട്ടോ ഇപ്പോൾ കാണിച്ചു തന്നത് നമുക്ക്. അതായത് ഇതുണ്ടെങ്കിൽ, അതായത് ഒറ്റ ക്യാമറയിൽ തന്നെ ഫുള്ള് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് റെക്കോർഡിങ്, വോയിസ് റെക്കോർഡിങ്, പിന്നെ അതിനെ പല ഷേപ്പിലാക്കിയിട്ട് കാണാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ വീഡിയോയിൽ കണ്ടില്ലേ,
അതേപോലെ പല ഷേപ്പിലായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമറകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഹൈക്വിഷൻ തന്നെയാണ്. ഹൈക്വിഷൻ യുവർ ബ്രാൻഡ്? ഇത് വേറെയും ബ്രാൻഡ് ഉണ്ടല്ലോ. വേറെയും ബ്രാൻഡ് ഉണ്ട്, അത് മാത്രമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ്, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ എല്ലാ ഡീറ്റെയിലും നമുക്ക് കാണിച്ചു തരും, പറഞ്ഞു തരും. പിന്നെ ഈ ഫോണുകൾ കണ്ടില്ല, ഇത് ഫോണുകളൊക്കെ സിം ഇടുന്നത് തന്നെ അല്ലേ? സിം ഇടുന്നത് തന്നെയല്ലേ? സിം ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതൊന്നും ഓരോ ഡിസൈനിലാക്കി മാറ്റിയെന്നുള്ളൂ ഇവർ. വാച്ച് പോലെ വരെയുണ്ട്. എല്ലാം പഴയ ടൈപ്പിലുള്ളതുണ്ട്, പുതിയ ടൈപ്പിലുണ്ട്, ചെറുതുണ്ട്, വലുതുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള കേട്ടോ. മൊത്തം IC ചിപ്പും അങ്ങനത്തെ ഓരോരോ ഇവരൊക്കെ ഏജൻറ്റുമാരായിരിക്കും അല്ലേ? ഇതിൻ്റെ ഒക്കെ ഏജൻറ്റുമാരായിരിക്കും ഇവർ. അതെ, ഒറിജിനൽ ഫാക്ടറീൻ്റെ ആൾക്കാരൊക്കെ ഇതിൻ്റെ മുകളിൽ ഓഫീസുകളായിരിക്കും അല്ലേ? ഇത് കൗണ്ടർ സെയിൽ നടത്തുന്നവർ, ചെറിയ ചെറിയ പർച്ചേസിന് ആൾ വരുമ്പം കൊടുക്കുന്നവരല്ലേ? അങ്ങനെയാണ്. ഡയറക്റ്റ് ഫാക്ടറീൻ്റെത് ഇവർ വേണമെങ്കിൽ ലിങ്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുക ഇവർ തന്നെ. ഇവിടെ ഇപ്പോൾ ചിപ്പ്, ഇതുപോലത്തെ IC കാര്യങ്ങൾ, ഇങ്ങനത്തെ എല്ലാ സാധനത്തിൻ്റെയും സംഗതികളാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മളെ പ്ലഗ് കണക്ടേഴ്സിൻ്റെ ഇവിടെ ഇതുപോലെ എല്ലാ സംഗതികളും കേട്ടോ. ഇവിടെ ഈ ഓപ്പണായ സ്ഥലത്ത് ഇവർക്ക് ചെറിയ ചെറിയ കൗണ്ടറുകളാണ് കേട്ടോ ഉണ്ടാവുക. ഓപ്പൺ ആയിട്ടുള്ള ചെറിയ ചെറിയ കൗണ്ടർ. കാരണം ഓരോ പ്രോഡക്റ്റ് ഒരു കസ്റ്റമർക്ക് കാണാനും കാണിച്ചു കൊടുക്കാനുള്ള സൗകര്യം മാത്രം. അത്രയും റെൻറ്റ് ഇവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ചെറിയ ഇതായിട്ട് വരുന്നത്. ഈ സ്പീക്കേഴ്സിൻ്റെ കണ്ടങ്ങൾ പല ഡിസൈനിൽ ബാഗ് പോലെ കണ്ട, ബാഗ് നമ്മൾ ബാക്ക് തൂക്കുന്ന ബാഗിൻ്റെ അതേ കവറിലെ ഡിസൈനിൽ സ്മാർട്ട് ബാക്ക് പാക്ക്. അപ്പോൾ ഞാൻ ഈ അടുത്തത് സ്മാർട്ട് ബാക്ക് പാക്ക് യൂസ് ചെയ്യാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ എനിക്കുള്ളതാണല്ലോ അല്ലേ സ്മാർട്ട് ബാക്ക് പാക്ക് സ്മാർട്ടായിട്ടുള്ള. നമ്മളിപ്പോൾ എന്താ തനാലെ നമ്മളെ ബാക്ക് കയറിക്കോളൂ. എന്തായിരിക്കും സംഭവം? അതെ, എന്താണ് സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല ടെക്നോളജീൻ്റെ കാര്യത്തിൽ. നിങ്ങൾക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നാളെ മറ്റുള്ള ഒരു ഫാക്ടറി പോകുന്നുണ്ട്, പുതിയൊരു ടെക്നോളജി കേട്ടോ. സസ്പെൻസാണ്, നേരിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരിക ചെയ്യാം. പുതിയൊരു ടെക്നോളജി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉപയോഗപ്രദമായ സാധനം. അത് വളരെ സസ്പെൻസാണ്. അതൊക്കെ ആയി കിട്ടുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വീടുകളിലെ ചിലവ് അത്രയും കുറഞ്ഞ് കിട്ടും മനുഷ്യന്. അത്രയും നല്ലൊരു ടെക്നോളജി വന്നിട്ടുണ്ട്. ആ ഫാക്ടറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ പോകില്ലേ, ആ ഫാക്ടറി പോയിട്ട് അത് കറക്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ വർക്കിംഗ് ഡീറ്റെയിൽ ഫാക്ടറിയിലെ എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു തരും. ഇതൊക്കെ എന്തിൻ്റെ സ്ഥലങ്ങളാണ്? ടെസ്റ്റ് മെഷീന് കാര്യങ്ങൾ അങ്ങനത്തെ കേട്ടോ. ഇവിടെയൊക്കെ കൗണ്ടറുകൾ കണ്ടെങ്കിൽ ഇതേപോലെ തന്നെയുള്ള കൗണ്ടേഴ്സാണ് ഇവിടെ. ഇത് പറഞ്ഞ പോലെ തന്നെ ക്യാമറകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം. വാക്ക് ആൻഡ് ടോക്കി ആവശ്യമുള്ളവർക്കുള്ള സ്ഥലം. ലാപ്ടോപ്പ്, നമ്മളെ സ്ക്രീൻ, വാച്ചസ്, വാച്ചസ്. ഇനി നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് പോകാം കേട്ടോ. ഇങ്ങനെ എത്ര ഫ്ലോർ ഉണ്ട് ഇവിടെ? 10 നില ഉള്ളൂ അല്ലേ? 10 നില ഫുള്ള്. പക്ഷെ ഓഫീസുകൾ ബാക്കി മേലെ. ഇവിടെ ഷോപ്പുകളായിട്ട് തന്നെ 10 നില ഇതേപോലെ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി എത്ര സംഭവം ഉണ്ടാവുന്നു. അതിൽ തന്നെ എല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കും ഷോപ്പുകൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇലക്ട്രോണിക് മാർക്കറ്റുകൾ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിരിക്കും. പുതിയ സാധനങ്ങൾ വരുന്നത് മൊത്തം അപ്ഡേറ്റ് ആയിരിക്കും ശരിക്കുള്ള. ഇതാണ് കൗണ്ടറിൻ്റെ അത് വരാട്ടോ. അത് മൊത്തത്തിൽ സെൻറ്ററിൽ നിന്നിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു സെക്ഷൻ മനസ്സിലാവും. കണ്ടങ്ങൾ ലിഫ്റ്റും ഉണ്ട് കേട്ടോ. ലിഫ്റ്റ്, എസ്കുലേറ്റർ, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഇതേപോലെ മൊത്തം ഷോപ്പുകളായിരിക്കും. എങ്ങനെ പറഞ്ഞ് ഇതിൻ്റെ പിക്ചർ മാറ്റാൻ പറ്റുന്നവർ. ഇത് നിങ്ങൾക്ക് ബാഗ് കണ്ടെങ്കിൽ ഈ ബാഗ് ഇതിന് വേറെന്താ ഈ ഇതുണ്ട് എന്ന് മാത്രമല്ലേ ഉള്ളൂ സ്ക്രീൻ. ആക്ച്വലി പറഞ്ഞ ഈ നമ്മുടെ യൂബർ ഈറ്റ്സ് അങ്ങനെ പല അഡ്വർടൈസ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കൂടുതലും. അതൊക്കെ ഒരു സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്നവർക്ക്, സ്പോർട്സ് ബൈക്ക് അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാം. ഇത് ചില്ലറിൻ്റെ ഉണ്ട്, അതായത് കുട്ടികളുടെ ബാഗ് കൊണ്ടുവന്ന്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഉപയോഗപ്പെടുത്താൻ ഇപ്പം എന്താ പരസ്യത്തിനോ അങ്ങനെ? പിന്നെ പിള്ളേർക്ക് ഒരു ത്രില്ല്, ഒരു ഡിഫറൻറ്റ് പല ടൈപ്പും
ഇത് ഉണ്ട്. ഇത് പിള്ളേരുടെ ടൈപ്പിലുള്ള ഡിസ്പ്ലേ. അത് ശരി. അങ്ങനെ പല. അല്ല ഇതിനിപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് ഇത് ഇതിൻ്റെ കൂടെ തരുന്ന ഇല്ല ഇത് ഫോണല്ലേ? ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് വേറെ ഫോണല്ലേ? ഇത് വേറെ ഫോണാണ്. നമുക്ക് അതിന്റെ APP നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അതല്ലാതെ വേറെ റിമോട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഇത് സൈഡ് പൗച്ച്. അതെ ഇപ്പോൾ കാറിന് വേണ്ടിയിട്ടുള്ളതാണ്. കാറിന്റെ ഡിക്കിയുടെ പുറയിൽ സിഗ്നൽ സ്ക്രീൻ വെക്കാൻ അതിന് വേണ്ടിയിട്ട് അങ്ങനെ കാണും ഒക്കെ സാധനങ്ങൾ കേട്ടോ. ഇത് ഇലക്ട്രോണിക് ഡ്രം എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ്. അതേപോലെ ഒരുപാട് ഹായ് നീ നോ ഫോട്ടോ. ഫോട്ടോ എടുക്കണ്ടാന്ന്, നമുക്ക് വേറെ സ്ഥലത്ത് എടുക്കാൻ. നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് വീഡിയോ എടുക്കാൻ. ഇതിനൊന്നും ഇവിടെ വലിയ മടിയില്ല. ഈ ഡ്രോണുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഡ്രോണുകൾ ചെറിയ ടൈപ്പ് വരെ ഉണ്ട് കേട്ടോ. ചെറിയ ടൈപ്പ് ഉണ്ട്, വലുതുണ്ട്, ഇതുണ്ട്. ഇതിൻ്റെ ബ്രാൻഡ് ഇത് സ്പാർക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാട്ടോ ഇത്. ഈ ഡ്രോണ് ഇവർ ഡ്രോണിൽ തന്നെ അത്യാവശ്യം നല്ലൊരു കമ്പനിയാണെന്നാണ് പറഞ്ഞത്, മനസ്സിലായത്. ഹലോ ഡ്രോൺ, വിച്ച് കമ്പനി ദിസ് വൺ? കമ്പനി നെയിം സ്പാർക്ക്. 188 ഇതാണ് ഇതിൻ്റെ റേറ്റ്. ക്യാൻ സി 188 റേറ്റാണ് ഇതിൻ്റെ വില കേട്ടോ ഈ സാധനത്തിന്. ഡ്രോൺ ഇതിൻ്റെ ബാറ്ററി, ക്യാമറ, 1 ക്യാമറ 2 ക്യാമറ, 2 ക്യാമറ ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. 188 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ 2000 രൂപ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതിന് കൺട്രോളിങ് പോയിന്റ് ദിസ് വൺ കൺട്രോൾ, ദിസ് കൺട്രോൾ, ഇതാണ് അതിൻ്റെ കൺട്രോള്. ഇവരപ്പോൾ ഏറ്റവും വില കുറഞ്ഞ ഐറ്റമാണ്, ഇവരെ ഐറ്റത്തിൽ പെട്ടതാണ് കേട്ടോ. നാട്ടിൽ 2000 രൂപയോളം വരും. അത് നല്ല സാധനമാണെന്ന് പറയുന്നത്. ഇത് വാച്ചും കാര്യങ്ങളൊക്കെ വെക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ വാച്ച്, നമ്മളെ ഹെഡ്ഫോണ്, കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരാൾ. ഇത് പുതിയത് വന്നിട്ടുണ്ട് നമ്മളെ ഹാൻഡ് ഫ്രീൻ്റെ. അപ്പോൾ ഇതിലെന്താ കാണിക്കുന്നത്? ഇത് ഫോണിൽ കാണിക്കുമോ? ഒരുപാട് ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ. അപ്പം ഫോൺ ഓൾസോ. അപ്പോൾ സിം കാർഡ് വേർ കണക്ഷൻ ആക്കി എടുക്കാം, ഫോട്ടോ ഒന്നും വേണ്ട. ഹൗ മച്ച് ദിസ് വൺ? ഹൗ മച്ച്? 140. 140 RMB ആണ് ഇതിൻ്റെ വില വരിക. 140 RMB എന്ന് പറഞ്ഞാൽ 1600 1700 രൂപ വരും. This talking, how talking this one talking? Yes. How long can talk? Maybe the 4 to 6 hours. No need phone. Phone pocket. The phone, yeah. Easy to control. Video nose. ഇതിൽ കണക്ട് ചെയ്ത് നമുക്ക് വിളിക്കാൻ പറ്റും. അതെ. Yeah, play. അതാ പാട്ട്. This can change? Can change, yeah. Pause. Now it's pause. Pause. Play. Okay. Play song. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി സംഗതി കേട്ടോ. ഇതിൽ തന്നെ പുതിയൊരു ടെക്നോളജി വന്നതാണിത്. അതെ സാധനങ്ങൾ ഫുൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഓൾ ലാംഗ്വേജ്, All language. 13 language. എല്ലാ ലാംഗ്വേജും ഉണ്ട് കേട്ടോ അതിൽ. 13. അതെ. Many country language. അതെ. ഇത് നമ്മൾ പുതിയൊരു സാധനമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഇവിടെ കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ആ തുടക്കത്തിൻ്റെ സെഗ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് വരിക കേട്ടോ. പിന്നെ ഉള്ളതൊക്കെ ഓരോരോ വലിയ ഫോണിൻ്റെ കമ്പനികൾ ഇതേപോലത്തെ. ഇത് നമ്മൾ ഈ കാണുന്നത് മൊത്തം ഇവിടെ റോഡില്ല കേട്ടോ. ഇതൊക്കെ പാർക്കുകളാണ് ഇപ്പോൾ ഇവിടുന്ന് ഈ ബിൽഡിങ് കഴിഞ്ഞാൽ sega.com എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്തൊരു ബിൽഡിങ്ങാണ്. അത് കഴിഞ്ഞാൽ ഇത് കാണുന്നത് മൊത്തം അവിടെ നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ ആ ഗ്ലാസ്സിൽ കാണുന്നത് നിങ്ങൾ മെട്രോ സ്റ്റേഷനാണ്. ഓക്കെ, അങ്ങനെ അതായത് ഒരു ലോകത്തിൻ്റെ മൊത്തം റോഡടക്കം ഇവിടെ ക്ലോസ് ചെയ്താൽ അവർ ഈ മാർക്കറ്റ് അങ്ങോട്ട് വലുതായപ്പോൾ. അപ്പോൾ ഇപ്പോഴും അവർ എന്താ പറയുക, വേൾഡിൽ ഇതിനെ പിൻപറ്റിയും കൊണ്ട് ഏത് ഇലക്ട്രോണിക്സ് മാർക്കറ്റിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ ബേസിക് സ്ഥലമാണ് ഇവിടെ. വേൾഡ് ഇലക്ട്രോണിക്സ് മാർക്കറ്റിൻ്റെ കാഴ്ചകളും അറിവുകളും പുതിയ ടെക്നോളജികളും
നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണും വരെ ഇന്നേക്ക് ബായ്.